സെറ്റ് ചെയ്യാനുള്ള വെൽഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കണ ഒരു ഇനി കുറേ പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ വൈപ്പർ ആപ്പയ്ക്ക് വെക്കണ നമ്മൾ അടിപൊളിയായിട്ട് വെക്കണ വൈപ്പർ എങ്ങനെയാണ് ഈ മില്ലിങ്ങിൽ സെറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളും ചെയ്യാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ കിടക്കാഴ്ച വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം സ്റ്റൈലിൽ ഒരു വണ്ടി പണിത അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെ വണ്ടിയും കാര്യങ്ങളും പണിതുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അതിൻ്റെ പാച്ച് വർക്ക് പടുത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടേതായ ചെറിയ ചെറിയ കലാപരിപാടികൾ കാണുമല്ലോ. അപ്പം ആ കാര്യങ്ങളൊക്കെ സെറ്റ്. അപ്പോൾ നമ്മൾ സീറ്റിന് എക്സ്ട്രാ ഒരു പട്ടയൊക്കെ വെച്ച് ക്ലാമ്പൊക്കെ വെച്ച് ചെയ്യണം. കാരണം സീറ്റ് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നല്ല സ്ട്രോങ് ആക്കുവാണ്. അപ്പോൾ നമ്മുടെ രാമുചേട്ടനാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ കുറച്ച് നമ്മുടേതായ രീതിയിൽ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മളങ്ങനെ വണ്ടിയിൽ ബാക്കിൽ വെക്കാനുള്ള സ്പോയിലറും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ നമ്മളങ്ങനെ വണ്ടിയുടെ ബാക്കിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു മാസ്റ്റർ പീസ് സാധനമാണ് സ്വിറ്ററുടെ. ആ സാധനം സെറ്റ് ചെയ്യാനുള്ള വെൽഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അത് കറക്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാലാണ് അത് നല്ല സൂട്ടായിട്ട് ഇരിക്കത്തുള്ളൂ. സ്പോയിലർ ആട്ടോ, നല്ല അടിപൊളി നല്ല സ്പോയിലർ. ഇത് പണിതുണ്ടാക്കിയാണ്, നമ്മൾ മേടിക്കാൻ കിട്ടുന്നതല്ല. മേടിക്കാൻ കിട്ടുന്ന ഇച്ചിരി ക്വാളിറ്റി കുറവാണ്. നമ്മൾ പണിതുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പം സ്പോയിലർ വയ്ക്കണം, ഇനി പിന്നെ ലൈറ്റ് വർക്ക് ചെയ്യാനുണ്ട്, വയറിങ് കുറച്ച് ചെയ്യാനുണ്ട്, സീറ്റ് നമുക്ക് റെഡിയാക്കണം. അപ്പം നമുക്ക് ചെയ്ത് കിട്ടിയ ഫ്രെയിം ഇതാണ്. ഈ ഫ്രെയിമിന് ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഹൈറ്റ് കുറച്ചിട്ട് വേണം നമുക്ക് ആ ഫ്രെയിമേൽ വേണം ആ സീറ്റ് ആ ഫ്രെയിമേൽ നിന്ന് ഊരി നമുക്ക് പുതിയ നമ്മുടെ സെറ്റ് ചെയ്തെടുത്ത ഫ്രെയിമേലേക്ക് ചെയ്യണം. കാരണം എന്തുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഇവിടെയൊക്കെ പട്ടയൊക്കെ വെച്ചത് രണ്ട് സൈഡിൽ 4 സൈഡിലും പട്ടയൊക്കെ വെച്ച് നല്ല സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇനി ആ സീറ്റ് വേണം ഇതിലേക്ക് എടുത്ത് വയ്ക്കാൻ. പിന്നെ ഫാൻ വയ്ക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ രാമു ഇത് വെൽഡ് ചെയ്യണ സമയം കൊണ്ട് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഈ ഫ്രെയിമിലേക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരിയർ സെറ്റ് ചെയ്തു, പിന്നെ ഇവിടുത്തെ റെയിൻ ഗാർഡ് അത് സെറ്റ് ചെയ്തു, പിന്നെ കൊമ്പ് വോൾവോ കൊമ്പ് സെറ്റ് ചെയ്തു, തൊപ്പി, പിന്നെ ഏരിയൽ നമ്പർ പ്ലേറ്റ്. നമുക്കിനി കുറേ പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ വൈപ്പർ ആപ്പയ്ക്ക് വെക്കണ നമ്മൾ അടിപൊളിയായിട്ട് വെക്കണ വൈപ്പർ എങ്ങനെയാണ് ഈ മില്ലിങ്ങിൽ സെറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അകത്ത് ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല, പ്ലെയിനാണ്. നമ്മൾ സീറ്റ് ഇതേ കാറിൻ്റെ സീറ്റ് എടുത്താണ് ഹൈറ്റ് കൂട്ടി ചെയ്തിരിക്കുന്നത്. നോക്കി എങ്ങനെയുണ്ട്. ഇത് ബാക്കിൽ ഇവിടെ ആട്ടോ സ്പോയിലർ വരുന്നത്. ഇത് വെച്ച് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കണോണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പം സീറ്റും സെറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ബാലൻസ് റാഡും കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് കട്ടപ്പനയ്ക്ക് പോയി വേണം ബാലൻസ് റാഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സീറ്റിൽ കുറച്ച് പെയിൻറ്റിങ്ങോടെ ചെയ്യാനുണ്ട് കേട്ടോ. സീറ്റോടെ അവിടെ പെയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ പെയിൻറ്റിങ്ങോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രെയിമിൽ നിന്ന് സീറ്റ് എടുത്ത് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതേ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ ഒരു ഐസ്ക്രീം വണ്ടി വന്നു. എന്നാൽ പിന്നെ ഒരു ഐസ്ക്രീം ആകാം എന്നോർത്ത് 3 ചോക്കോബാർ മേടിച്ച്. നൻപന്തൂറുവൻ നമുക്ക് വർക്കിൻ്റെ സമയത്ത് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് നമുക്ക് എങ്ങനെയാ ഐസ്ക്രീം രാമുവിന് വർക്കിലാണ് ഗൈസ് ഇമ്പോർട്ടൻസ്. ഐസ്ക്രീമൊക്കെ പിന്നെ മതി, നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട് അഭിപ്രായം പറ? നല്ലതാണോ? ജോറാണോ? സൂപ്പർ ആയിട്ടുണ്ട്. അല്ലടെ തിരിച്ചിടുന്ന നല്ലത്. ഐസ്ക്രീം കഴിക്കും രാമു. റെസ്റ്റാണ്, മനുഷ്യന് ആഹാരമാണ് വലുത്. കണ്ടോ മുഖത്തെ പ്രകാശം കണ്ടില്ലേ? അയ്യോ ഇങ്ങനെ മടുത്തിരിക്കുമ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കണ ഒരു സ്പോൺസർഡ് ബൈ സ്വിറ്റട്ടായി. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാ രാമു. സൂപ്പറാണോ? രാമുവിൻ്റെ കണ്ണൊക്കെ അടിച്ച് പഴുത്തിരിക്കുക. വെൽഡിംഗ് റാഡൊക്കെ അടിച്ച് കണ്ണിൽ പോയി. സീനാണ് കേസ്. അപ്പം നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് ബാക്കി പരിപാടി തുടങ്ങാം. അതായത് നമ്മുടെ സ്പോയിലറൊക്കെ ഇവിടെ പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് ബാക്കി പരിപാടി തുടങ്ങാം. ഇതേ അങ്ങനെ നമ്മൾ പുതിയ വീൽ കപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യാണ്. ഓൾറെഡി ആ വണ്ടിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ സീറ്റ് ഓരോന്നായിട്ട് ഊരുവാണ്. അപ്പോൾ അതെ ഇങ്ങനെ കേട്ടോ ഇവിടുത്തെ സീറ്റും കാര്യങ്ങളും വരുന്നത്. ഓരോന്നായി ഊരിയിട്ട് നമ്മൾ ആ ഫ്രെയിമേ കയറ്റാൻ പോവാണ്. കേട്ടോ പോക്കറ്റ് കേട്ടോ. യെസ്, എന്നിട്ട് നമുക്ക് ആ ഫ്രെയിമേ കയറ്റാനുള്ളത്. കാരണം ഈ ഫ്രെയിം അത്ര സുമാറില്ല. ഭയങ്കര ഹൈറ്റായി ഫ്രെയിമിന്. നമുക്ക് മറ്റേ ഫ്രെയിമേൽ സെറ്റ് ചെയ്യണം.